നമസ്കാരം. മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണം മലയാളികളെ ഞെട്ടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടും മറിച്ച് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെയും പ്രത്യേകിച്ച് ആദ്യ ഭാര്യയെക്കുറിച്ചും നിലവിലെ ഭാര്യ രേണു സുധിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുമാണ് സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത്. സുധിയുടെ മകൻ കിച്ചുവിന്റെ ഒരു യൂട്യൂബ് വീഡിയോയും അതിന് പിന്നാലെ ഉണ്ടായ ചില വെളിപ്പെടുത്തലുകളുമാണ് ഈ ചർച്ചകൾക്ക് തുടക്കം വെച്ചത്. കൊല്ലം സുധിയുടെ അകാല വിയോഗത്തിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും വിവാദങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കൊല്ലം സ്വദേശിയായി തന്നെ മരണശേഷവും തന്റെ നാട്ടിൽ തന്നെ അടക്കണമെന്നാണ് ആഗ്രഹമെന്ന് സംസാരത്തിൽ പലപ്പോഴും സുധി പറഞ്ഞിരുന്നതായി സുധിയുടെ സുഹൃത്തും രണ്ടാം ഭാര്യയും ഉൾപ്പെടെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഹിന്ദുമത വിശ്വാസിയായ സുധിയെ രേണുവിന്റെ ഇടവക പള്ളിയിലെ സെമിത്തേരിയിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് അടക്കിയത്. അടക്കം ചെയ്തത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. രേണു ക്രിസ്ത്യൻ മതവിശ്വാസിയായതിനാൽ തന്നെ സുധിയെ മതം മാറ്റിയെന്ന് വരെ ഒരിടയ്ക്ക് വെച്ച് ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ മൂത്ത മകന്റെ പൂർണ്ണ സമ്മതം അതിനുണ്ടായിരുന്നുവെന്നും താൻ മരിച്ചാൽ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് സുധി മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നതായും രേണുവും വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ കൊല്ലം സുധിയെ പള്ളിയിൽ അടക്കിയ ബിഷപ്പ് ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലാണെന്ന് പറയുകയാണ്. രേണു സുധിക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ 13ാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് രേണു പലയിടത്തും പറയുന്നത് കേട്ടു. കിച്ചുവിന്റെ താല്പര്യപ്രകാരമാണ് സുധിയെ പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചതെന്നും, ഞാനൊരു ബിഷപ്പാണ്, ഇപ്പോൾ എന്റെ കീഴിലെ ഏതെങ്കിലും പള്ളിയിൽ ഒരു അച്ഛൻ വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരാൾ മരിച്ചിട്ടുണ്ട്, അവരെ അടക്കാൻ സ്വന്തമായി സ്ഥലമില്ല, നമ്മുടെ സെമിത്തേരിയിൽ അടക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അനുവദിച്ചാൽ അടക്കാം. എന്നാൽ മതാചാര പ്രകാരം ഒരിക്കലും അടക്കാൻ സാധിക്കില്ല. ആ വ്യക്തി ഏത് മതത്തിൽ പെട്ട വ്യക്തിയാണോ ആ മതാചാര പ്രകാരമാണ് അടക്കുകയെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ തുറന്നു പറഞ്ഞു. സുധി അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്നയാളാണ്. റിഫോമിഡ് ചർച്ച എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ ഇപ്പോൾ പൊൻകുന്നം ജയിലിൽ ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് പൊൻകുന്നം ജയിലിലാണ്. ആ സഭ പൂട്ടി, പള്ളി പൂട്ടി സീൽ ചെയ്തു. അയാൾ സ്വയമായി തുടങ്ങിയ പള്ളിയാണത് എന്നും ബിഷപ്പ് പറയുന്നുണ്ട്. കുറിച്ചി സ്വദേശിയായ യുവാവിന്റെ പരാതിയിലായിരുന്നു കോട്ടയത്തെ ഇവാഞ്ചലിക്കൽ സഭ ബിഷപ്പ് സന്തോഷ് പി ചാക്കോ അറസ്റ്റിലായത്. അമേരിക്കയിൽ 4 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരനെ കബളിപ്പിക്കുകയായിരുന്നു. 2014 വ്യാജ ചെക്ക് നൽകിയ ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് പാസ്റ്റർ ചമഞ്ഞ് 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലും സന്തോഷ് പി ചാക്കോയ്ക്കെതിരെ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് സുധി അടക്കേണ്ടതെങ്കിൽ സുധി മാമോദിസ മുങ്ങണമെന്നായിരുന്നു. എന്നാൽ സുധിയെ അയാളാണ് അടക്കിയത്. സുധിയുടെ മകനും ഭാര്യ പിതാവും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടക്കിയത്. സുധി ഒരു ഹിന്ദു മതവിശ്വാസിയാണ്, അങ്ങനെ തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടതെന്നുമാണ് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ബിഷപ്പിനെതിരെയും കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചങ്ങനാശ്ശേരിയിലുള്ള തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് 7 സെന്റ് സ്ഥലമാണ് ബിഷപ്പ് സുധിയുടെ മക്കൾക്ക് വീട് വെക്കാനായി നൽകിയത്. കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്ഥലം സൗജന്യമായി നൽകിയതിന് പിന്നാലെ രേണു സുധിയുടെ പേര് ഉപയോഗിച്ച് ബാക്കി സ്ഥലങ്ങൾ ബിഷപ്പ് വലിയ തുകയ്ക്ക് വിറ്റഴിച്ചു എന്നായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. രേണു സുധി കാരണം ബിഷപ്പ് മനോവിഷമം അനുഭവിക്കുന്നുവെന്നും ഇരുവരും തമ്മിൽ പ്രശ്നത്തിലാണെന്നും വരെ പലരും പ്രചരിച്ചിരുന്നു. എന്നാൽ സുധിയുടെ മക്കൾക്ക് സ്ഥലം ദാനമായി നൽകിയ ശേഷം ഇന്നുവരെ 1 സെന്റ് സ്ഥലം പോലും വിറ്റിട്ടില്ലെന്നാണ് ബിഷപ്പ് പറഞ്ഞിരുന്നത്. രേണു സുധിയുടെ പേര് ഉപയോഗിച്ച് ബിഷപ്പ് തന്റെ സ്ഥലങ്ങൾ വലിയ തുകയ്ക്ക് വിറ്റുവെന്ന് ആരോപണം ഉന്നയിച്ച യൂട്യൂബർമാർക്കെതിരെ നിയമപരമായി നീങ്ങാനായിരുന്നു ബിഷപ്പിന്റെ തീരുമാനം. ഏക്കർ കണക്കിന് വസ്തുക്കൾ എനിക്ക് സ്വന്തമായുണ്ട്. അത് വിൽക്കണോ വേണ്ടോ എന്നത് ഞാനും എന്റെ കുടുംബവുമായി തീരുമാനിക്കേണ്ടതാണ്. അതിന് രേണു സുധിയുടെ മക്കളുമായി ബന്ധമില്ല. എന്റെ വീട്ടുകാരോട് ചോദിക്കാതെയാണ് ഞാൻ സ്ഥലം വിട്ടുകൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. സൂപ്പർ താരങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞതെങ്കിൽ ആ സ്ഥലത്തിന് സമീപം വീട് വെക്കാൻ ചോദിച്ചു പലരും വന്നേനെ. എന്നാൽ കൊല്ലം സുധിയുടെയും രേണു സുധിയുടെയും വീടിന് സമീപത്ത് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ല. ഇവരെ മാർക്കറ്റ് ചെയ്ത് എനിക്ക് 1 രൂപ പോലും വേണ്ട. ഇവരുടെ വീടിന് സമീപം വീട് വെക്കാൻ ആരും വരില്ലെന്ന് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് മനസ്സിലാകും. സെന്റിന് 4 ലക്ഷം രൂപ വെച്ച് 28 ലക്ഷം രൂപ വില വരും രേണു സുധീന് നൽകിയ സ്ഥലത്തിന്. അവർ ഇവിടേക്ക് വന്നിട്ട് 1 വർഷമായി കാണും. എന്നാൽ ആ വീട്ടിൽ ഒരു 10 ദിവസം താമസിച്ചു കാണില്ല. അത്രയ്ക്ക് ബിസിയാണ് എന്നും ബിഷപ്പ് പറഞ്ഞു. മാത്രമല്ല സൈബർ ആക്രമണത്തിൽ കുടുംബത്തിനടക്കം വലിയ മനോവിഷമം സംഭവിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബിഷപ്പെ, തനിക്ക് നാണമില്ലേ? ഇതുപോലെ വിളിച്ചു പോവാൻ താൻ ആർക്ക് കൊടുത്താലും കൊടുത്തതല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്? ദാനം കൊടുത്തത് അവരുടെ തലയിൽ ഇടിഞ്ഞു വീണ് ആ കുട്ടികൾ മരിച്ചാലോ? അഴിമതിയില്ലേ ഇതിനു പിറകെ? നമ്മളെല്ലാം വീട് വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നില്ലല്ലോ. ബിഷപ്പ് ആയാലും ഫിറോസ് ആയാലും ദാനം കൊടുത്താലും നല്ലത് കൊടുക്കുക. മനുഷ്യരുടെ മുൻപിൽ ഇതുപോലെ ഉടായ്പുമായി വരരുത്. കഷ്ടം. സ്ഥലത്തിന്റെ വില വരെ പറഞ്ഞു. രേണുവിനേക്കാൾ ചെറുതാകല്ലേ? എന്തായാലും ഒരു പള്ളിയിലച്ചനാണ്. ഈ ഒരു പള്ളിയിലച്ചന് ചേർന്ന പണിയാണോ സഹായം ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാമോ? ഈ വേഷം ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയരുത്. സമൂഹത്തിന് തന്നെ അപമാനമാണ്. നിങ്ങൾ ഒരു ബിഷപ്പാണ് എന്നും ചിലർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു.
ഒരു ബിഷപ്പ് ഇങ്ങനെ പറയാൻ പാടില്ല. പാവങ്ങളോട് കരുണ കാണിച്ച് സംസാരിക്കണം അച്ഛ. രേണുസുതി അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തരുത്. അതുപോലെ രേണുവിന് ബിഷപ്പ് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദിയോടെ ഓർക്കുകയും ബിഷപ്പിനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യണമെന്നുമാണ് മറ്റൊരാൾ കുറിച്ചത്. നിങ്ങൾ പുരോഹിതനാണെങ്കിലും മീഡിയയ്ക്ക് മുമ്പിൽ ഈ സംസാരം ഉണ്ടാവില്ല. നിങ്ങൾ പുരോഹിത വർഗത്തിന് തന്നെ നാണക്കേടാണ്. ഇടത് കൈ കൊണ്ട് കൊടുത്തത് വലത് കൈ അറിയരുതെന്നല്ലേ? ഒരു പുരോഹിതനാണെങ്കിലും ആരെയോ പ്രേരണ കൊണ്ട് ആയതാണ്. എവിടെയോ ഒരു കുഴപ്പം കാണുന്നു. അച്ചോ എന്തായാലും കൊടുത്തല്ലോ, ഇനി അവർ ജീവിച്ചോട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ചിലർ ചോദിക്കുന്നു. രേണുവിനെ പോലൊരു വ്യക്തിക്ക് സഹായകമായ സ്ഥലം ഈ ബിഷപ്പ് കൊടുത്തതെങ്കിൽ ശരിക്കും തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾ തന്നെ ഉറപ്പ്. എത്രയോ പാവപ്പെട്ട അനാഥരെ, ഇതിലും അർഹപ്പെട്ടവരെ തൊട്ടരികിൽ തന്നെ കാണാഞ്ഞിട്ടല്ലോ. 24 ഫ്ലവേഴ്സും ചെയ്തു കൊടുക്കുന്നത് അവരുടെ ചാനലിലെ കഥാപാത്രമായതിനാലാണെന്ന് വിശ്വസിക്കാം. ബിഷപ്പ് തിരുമേനിക്ക് തെറ്റുപറ്റി, രേണു അത് തുറന്നു പറഞ്ഞു എന്നായിരുന്നു ഒരു കമന്റ്. അതേസമയം ഒരു വീട് കൊടുത്തത് കൊണ്ടോ കുറച്ച് സ്ഥലം കൊടുത്തത് കൊണ്ടോ അവരുടെ മുൻപോട്ടുള്ള ജീവിതം ശാശ്വതമാകുമോ? ഒറ്റ കാര്യമേ ഇപ്പോൾ പറയാനുള്ളൂ. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എറിയട്ടെ ആദ്യത്തെ കല്ല് എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഒരു വിഭാഗം പുരോഹിതനെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിൽ പ്രശംസിക്കുന്നവരും ചെറുതല്ല. നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്. പക്ഷേ ഇനി ചെയ്യേണ്ട ഒന്ന് അത് അർഹതപ്പെട്ട കയ്യിൽ എത്തിക്കുക എന്നതാണ്. സുധിയുടെ മൂത്ത മോനെ എത്രയും വേഗം അവിടെ എത്തിച്ച് പ്രശ്നം പരിഹരിക്കണം. അച്ഛനും കൂടെ മുൻകൈ എടുത്ത് ആ വീട് കിച്ചുവിനാക്കി കൊടുക്കണം. അവളെയും അപ്പനെയും അമ്മയെയും അവിടെ നിന്ന് ഇറക്കി വിടും. പിള്ളേരുടെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ അഹങ്കരിക്കേണ്ട എന്നാണ് ചിലർ പറയുന്നത്. ആ മൂത്ത മകന്റെ പേരിൽ കൊടുത്താൽ അവന്റെ അച്ഛന്റെ വീട്ടുകാരെയും കൂട്ടി താമസിക്കും. അവന്റെ അച്ഛന്റെ കർമ്മകൾ ആ വീട്ടിൽ നടക്കും. മലിനമായി ആരും കേറില്ല. അവൻ ജോലിയൊക്കെ ആകുമ്പോൾ ആ കൊച്ചിനെയും നോക്കും. അതുവരെ അവൾ അഭിനയിച്ച് നടക്കട്ടെ. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ വീട് ആ പയ്യന് അന്യനെ പോലെ പുറത്തുനിന്ന് കാണാനേ കഴിയും. വേറെ ജാതിയും മനുഷ്യത്വം കാണിക്കാതെയും എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? കലാകാരി എപ്പോഴും തിരക്കിലാണെന്നും ഈ കമന്റുകളെ പിന്തുണച്ച് പലരും പറയുന്നുണ്ട്.